ഹലോ, വെൽക്കം. മിക്സ് മേക്കപ്പ് സാർ. നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യങ്ങളുടെ വളർച്ചയെ പറ്റിയാണ്. അതിൻ്റെ അടിസ്ഥാനവും അതിൻ്റെ ആ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടക്കക്കാർ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, നിങ്ങൾ എന്തോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അങ്ങനെ. പിന്നെ ആസ്ട്രോളജി നോക്കാൻ താല്പര്യമുള്ള എന്തോന്ന് ചെയ്യുക. എൻ്റെ ഇവിടെ ചാനൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ആസ്ട്രോളജി നോക്കാൻ താല്പര്യമുള്ളവർ എന്നെ മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സെക്ഷൻ ഫ്രീ ആണ്. ഓക്കെ, ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ട് വരുന്നവർക്ക് ഇപ്പം അറിയാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ മെൻ്റലിസം, ഹിപ്നോട്ടിസം, മാജിക്ക്, അതേപോലെ മെഡിക്കൽ ഹിപ്നോട്ടിസം, അങ്ങനത്തെ പല പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? മാജിക്ക്, അങ്ങനെയൊക്കെ, അങ്ങനെ പല കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇതേപോലെ എന്തോന്നാണ് ആസ്ട്രോളജി നോക്കുന്നുണ്ട്. അങ്ങനെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഹിപ്നോട്ടിസോ മെൻ്റലിസോ ഒക്കെ നമ്മളിനി തുടങ്ങാൻ പ്ലാനിങ് ഉണ്ട്, അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തോന്നാലും വീട്ടിലോട്ട് പോവാം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയെ പറ്റിയാണ്. ഒരു രാജ്യത്തിൻ്റെ വളർച്ച അത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന അവിടുത്തെ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളും അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസും അല്ലെങ്കിൽ തന്നെ പല കാര്യങ്ങളുമാണ്. അപ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞ രാജ്യത്തിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ അവർക്ക് കളർപരമായിട്ടോ വർണ്ണപരമായിട്ടോ എന്തെങ്കിലും ചെറിയ തോതിൽ മുൻതൂക്ക കുറവുണ്ടെങ്കിൽ എന്തോന്നായാലും മറ്റുള്ള രാജ്യങ്ങളിൽ റൈസിസം കാണിക്കും. ഇല്ലെങ്കിൽ അവരുടെ രാജ്യത്തേക്ക് ബാധ്യതയാകുമ്പോൾ അങ്ങനെ കാണിക്കും. എക്സാമ്പിളാണ് ഡൊണാൾഡ് ട്രംപ് ഈയിടയ്ക്ക് ചൈനക്കാർ ഇന്ത്യക്കാരെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചത്. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കാർ, നമ്മളത് കണ്ടൊരു കാര്യമാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് കുറച്ച് ചരിത്രങ്ങളുടെ കാര്യം പറഞ്ഞ് നമുക്ക് പോകാം, എങ്ങനെയാണ് ഇത് അപ്ലൈ ആവുന്നതെന്ന്. ഓക്കെ, ഈ ലോകത്ത് ഒരു രാജ്യം വളരണമെങ്കിൽ അതിന് ഒന്നാമതായിട്ട് വേണ്ടത് കോങ്കർ ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് ആണ്. ഓക്കെ, കോങ്കർ ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് ആണ്. ഇതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ഓക്കെ, ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിള്, ബ്രിട്ടൻ അമേരിക്കയെ പിടിച്ചെടുക്കി, ഒരുപാട് നാൾ പിടിച്ചെടുക്കി വച്ചു. കുറച്ച് താമസിച്ചായാലും എന്തോന്നായാലും ഈ USA ബ്രിട്ടൻകാരെ പിടിച്ചടക്കി. പിടിച്ചെടുത്ത സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഭൂപ്രകൃതി, നാച്ചുറൽ റിസോഴ്സസും. ഈ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിൽ എല്ലാം കുഴിച്ചെടുക്കാൻ സിമ്പിളായിരുന്നു. എക്സാമ്പിള് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക അതുപോലത്തെ കുടുകൂറ്റം കുന്നും മലയും അതുപോലത്തുള്ള റഫായിട്ടുള്ള മണ്ണുമോ ഒന്നും ബ്രിട്ടനിലില്ല. അതുമാത്രമല്ല, ഇവിടെ മണ്ണിലെ റോ മെറ്റീരിയൽസ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളുമായിരുന്നു. കാരണം ഇവർക്ക് എളുപ്പത്തിൽ കുഴിച്ചെടുക്കാൻ പറ്റും. അത് പെട്ടെന്ന് ഇവർക്ക് ഡിറ്റക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാനും പറ്റും, ബ്രിട്ടനിലെ കേസ് നോക്കുകയാണെങ്കിൽ. അത് മറിച്ച് നമ്മൾ USA അവിടുത്തെ പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോർത്ത് സൈഡിൽ അമേരിക്കയുടെ കേസ് അവിടെ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്തായിട്ട് മെക്സിക്കോ ഉണ്ട്. അതുമാത്രമല്ല, അമേരിക്കയിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോൾഡൊക്കെ ഉള്ള രാജ്യമാണ്, അത്യാവശ്യം ഗോൾഡൊക്കെ ഉള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അങ്ങനെ. അപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് കാര്യം. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ്, കോൺക്രീറ്റ് ചെയ്യാനുള്ള നാച്ചുറൽ റിസോഴ്സസ് ഏത് രാജ്യത്തിലുണ്ടോ ആ രാജ്യം ലോകം മുഴുവൻ ടോപ്പിലാകും. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം. ഓക്കെ, നമുക്കിനി കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, ഓക്കെ, ഈ അമേരിക്കയെ നമുക്കറിയാം. അമേരിക്ക എന്ന് പറയുന്നത് പണ്ട് എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ബ്രിട്ടൻകാർ വന്ന് പിടിച്ചെടുക്കി. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ ആ ഒരു സർക്കിൾ മുഴുവൻ എന്തോന്നാണ്, നാവികസേന ഷിപ്പുകൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാനും നല്ല ഈസി മൈനിങ്ങും ഇതെല്ലാമാണ് ബ്രിട്ടൻ്റെ മുൻതൂക്കം. അങ്ങനെ വന്നപ്പോൾ
ബ്രിട്ടൻകാർ എന്തോന്ന് ചെയ്തു, അമേരിക്കയെ പിടിച്ചെടുക്കി. കാരണം അമേരിക്ക എന്ന് ഫോക്കസ് ചെയ്തത് എന്തിനാണ്? സ്വന്തമായി കൃഷി ഉൽപ്പാദിപ്പിക്കാനും സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഉള്ള പരിശ്രമത്തിൽ നിന്നാണ് അന്ന് നിന്നത്. ഓക്കെ, ആ സമയത്ത് അമേരിക്ക കുറച്ച് വീക്കായി നിന്ന സമയത്ത് ആണ് ഈ ബ്രിട്ടൻകാർ വന്ന് അമേരിക്ക ആക്രമിച്ചത്. അങ്ങനെ ആക്രമിച്ച സമയത്ത് അമേരിക്കയ്ക്ക് ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ട് അവർ തോറ്റുപോയി. പക്ഷേ ഒരു കാര്യമുണ്ട്, രണ്ടാമതായിട്ട് ഇതേ അമേരിക്ക തന്നെയാണ് ബ്രിട്ടനെ അടിച്ചണ്ണാക്കി കൊടുത്തത്. 2 പ്രാവശ്യവും ഈ പറയുന്ന ബ്രിട്ടനെ അടിച്ചോട്ടിച്ച് വിട്ടുകൊടുത്തത് ഇതേ അമേരിക്ക തന്നെയാണെന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, ഇനിയൊരു യുദ്ധം ഉണ്ടായിരുന്ന ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, ആയുധത്തിൻ്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ എന്തോന്നാണ്, കൂടുതൽ വെപ്പൺസ്, നല്ല കൂടുതൽ റോ മെറ്റീരിയൽസ് ഉള്ള രാജ്യമായ അമേരിക്ക തന്നെയാണ് ലോകത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇനി റഷ്യയുടെ കേസ് നമുക്ക് നോക്കി നോക്കാം. റഷ്യയിലും അമേരിക്കയിലും പ്രകൃതിവാതകങ്ങൾ കൂടുതലാണെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ റഷ്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലാണ്, മനസ്സിലായി, റഷ്യയിൽ അങ്ങനെ. അപ്പോൾ അവിടെ ഒരുപാട് കൂടുതലാണ്. പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധം ചെയ്യാനുള്ള ചെയ്യാനുള്ള വസ്തുക്കൾ കുഴിച്ചെടുക്കാൻ കുറച്ച് പാടാണ് റഷ്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവിടെ മൊത്തം ലോകത്തെ ഏറ്റവും ടഫ് മഞ്ഞാണ്, അവിടെ പണിയെടുക്കാൻ പാടാണ് എല്ലാവർക്കും, അങ്ങനെ ഒരു രാജ്യമാണ്. എന്നാൽ അവിടെ നമ്മൾ ഇന്ത്യ അപ്പോൾ ഇവിടെ എന്തെങ്ങനെയാണ് ഇന്ത്യ വ്യത്യസ്തമാവുന്നത്? നമ്മൾ ഇന്ത്യ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ പ്രകൃതിവാതകം ഓയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മനസ്സിലായില്ലേ? അതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം പല രീതിയിലും സ്വന്തമായി ആയുധമുണ്ടാക്കാനുള്ള റിസോഴ്സസും കാര്യങ്ങളും ഇവിടെ ഇന്ത്യ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യക്ക് എന്തുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പണ്ടത്തെ കാലത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റി, ഞാൻ പറഞ്ഞല്ലോ, ഈ പണ്ടത്തെ കാലത്ത് ഈ പറയുന്ന പോലെ രാജഭരണകാലത്ത് ആത്മീയതയിലോട്ട് എല്ലാവരും പോയി. കാരണം അന്ന് പണിയെടുക്കേണ്ട, സന്യാസിയായിട്ട് വെറുതെ നിന്നാൽ മതി, യോഗി മഹർഷിയായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ മതത്തെ വിറ്റ് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഫോക്കസ് തെറ്റിച്ച് കൊണ്ടുപോയി. ആ സമയത്ത് രാജഭരണകാലത്തും അങ്ങനെയായിരുന്ന സമയത്ത് ഇവർക്ക് നമുക്ക് ഇന്ത്യക്ക് സ്വന്തമായി ഒരു കാൽ നിൽക്കാനുള്ള ഒരു രീതിയിലുള്ള സംഭവമില്ല. എല്ലാ മതത്തിൻ്റെ പിറകെ പോയി. അതിന് ഇന്ത്യ നശിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം ഡൈവേഴ്സിറ്റി ഇല്ല, ഈ പറയുന്ന പോലെ വേർതിരിവാണ്. അതിലൊന്നാമതായി പോകുന്നത് സന്യാസിമ യോഗ്യമയ മഹർഷിമ തന്നെയാണ്. അപ്പോൾ ഇവരെ കൂടെ പോകുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് മരണ തുല്യമായി പണിയെടുക്കേണ്ട കാര്യമില്ല. ആത്മീയതയിലോട്ട് പോയി കഴിഞ്ഞാൽ രാജാക്കന്മാർ പൈസ കൊടുക്കും, അല്ലാതെ ചില നാട്ടും പുറത്തുള്ള ജനങ്ങൾ പൈസ കൊടുക്കും, അങ്ങനെ പോകും. ഒരു പണിക്ക് പോയി ഇരിക്കേണ്ട, തോന്നുമ്പോൾ കിടക്കാം, തോന്നുമ്പോൾ ഉറങ്ങാം. ഓക്കെ, അങ്ങനെ സന്യാസി കൂട്ടങ്ങൾ കൂടി, യോഗിമയ മഹർഷിമാർ അതുപോലത്തെ ആൾക്കാർ കൂടി ഒരു മതപരമായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് ഇവരുണ്ടാക്കി വെച്ചു. ഓക്കെ, ഡൈവേഴ്സിറ്റി. ചൈനയുടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആകപ്പാട ബുദ്ധമതമോ ജൈനമതമോ അതൊക്കെ മാത്രമേ ഉള്ളൂ. അവിടെ അത്രയും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അവിടുത്തെ മൈനിങ് സിസ്റ്റമാണ്. ഒരു രാജ്യത്തിലത്തെ മണ്ണും അവിടുത്തെ കാലാവസ്ഥയും ഒരു മൈനിങ് സിസ്റ്റത്തിലുള്ള കുഴിച്ചെടുക്കാനുള്ള എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അവിടെ റിസോഴ്സസ് ഉണ്ടോ, ആയുധങ്ങൾ ഉണ്ടാക്കുന്ന റിസോഴ്സസ് ഉണ്ടോ. മൂന്നാമത്തെ കാര്യം ഈ റിസോഴ്സസിൻ്റെ ക്വാളിറ്റി, അഡ്വാൻസ്ഡ് ക്വാളിറ്റി ഇതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ എന്തോന്നുണ്ട്, നല്ല ഇരുമ്പ് സാധനങ്ങളും അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം മെറ്റൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ് ഇവിടെ ഓയിൽ, ഈ പറയുന്ന പോലെ ഇന്ധനം കുറവാണ്. ഒരു മിഷൻ ഉണ്ടാക്കാനുള്ള ഇന്ധനം കുറവാണ്. അത് പ്രവർത്തിക്കാനുള്ള ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കാനുള്ള ബാറ്ററിയുടെ ഇത് കുറവാണ്, പവർഫുള്ള് കുറവാണ്, പവർ കുറവാണ്, അത് കുറവാണ് പൊതുവെ. മൂന്നാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇന്ത്യക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പല ഇപ്പോൾ എന്തോന്നാണ് ടൈറ്റാനിയം, അതേപോലെ കൊബാൾട്ടുള്ള പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിഷൻസ് ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ളതും കുറവാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചൈന, നമ്മൾ എല്ലാവരും അതിശയിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ഇരുമ്പുണ്ട്, അത്യാവശ്യം യുദ്ധം ചെയ്യാൻ റോ മെറ്റീരിയൽസ് ചൈനയ്ക്കുണ്ട്. ചൈന എന്തുകൊണ്ട് വരുന്നില്ല നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ
അതിനൊരു കാര്യമുണ്ട്. അവിടെ ഓയിലിൻ്റെത് കുറവാണ്, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓയിലിൻ്റെത് കുറവാണ് അവിടെ. കൂടുതലും ഈ AI യുഗത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കാറും അതുപോലെ കയറ്റിയൊക്കെയുള്ള റിസോഴ്സസ് കൂടുതലാണ് ജപ്പാൻ ഉൾപ്പെടെ. അപ്പോൾ ജപ്പാനിൽ നിങ്ങൾ പറയും പണ്ട് ബോംബിട്ട് തകർത്തു, ഹിരോഷിമ അവിടുത്തെ മൊത്തം നശിച്ചു എന്ന് പോയി കഴിഞ്ഞാൽ അവിടെ കൃഷികൾ മാത്രമേ നശിച്ചിട്ടുള്ളൂ. അവിടെ മണ്ണിൻ്റെ അകത്തുള്ള ഈ പറയുന്ന കൃഷി ചെയ്യാതെ തന്നെ കുഴിച്ചെടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്, അതൊന്നും നശിച്ചിട്ടൊന്നുമില്ല. കൃഷിക്ക് മാത്രമേ പ്രശ്നം പറ്റിയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ നമ്മുടെ വേറൊരു ഘടകമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുന്നോട്ട് പോകുന്ന സമൂഹത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പോലെ മോഡേൺ ആയിട്ടുള്ള ഒരു യുഗത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ പറ്റുന്ന രാജ്യവും മുന്നോട്ട് പോകും എന്നുള്ളത്. എക്സാമ്പിൾ നമ്മൾ ജപ്പാൻ. നിങ്ങൾ ചോദിക്കും ജപ്പാനിൽ വന്ന് ബോംബിട്ട് കഴിഞ്ഞ് എങ്ങനെ അവർ തിരിച്ച് കയറി വന്നു ചോദിച്ചാൽ അവിടുത്തെ റിസോഴ്സസ് ഉള്ളതുകൊണ്ടാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ. റിസോഴ്സസ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ രാജ്യങ്ങൾ നമ്മൾ സഹകരണം. മൂന്നാമത്തെ കാര്യം പല കാര്യങ്ങളുണ്ട് ജപ്പാൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ തന്നെ. ഇനി നമുക്ക് നോക്കാം, ഇനി പല കാര്യങ്ങളും നമുക്കിതിൽ നോക്കാം. റിസോഴ്സസും ഫിയർ എന്ന് വന്ന ഇവിടുത്തെ ഫാക്ടർ, ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഫിയർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ ലോകത്തെല്ലാം നടക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ അമേരിക്കയുടെ കേസെടുത്ത് നോക്കി കഴിഞ്ഞാൽ. ഓക്കെ. ഈ ബ്രിട്ടൻ കഷ്ടപ്പെട്ട് അവിടെ കീഴടക്കി, അമേരിക്ക കീഴടക്കിയിട്ട് പോലും അമേരിക്ക ഇവിടെ തിരിച്ച് വന്നു. അതിനുശേഷം ഈ അമേരിക്ക കീഴടക്കം ആർക്കും പറ്റിയിട്ടില്ല. ഇപ്പോൾ ആയുധശാലത്തിൽ ബ്രിട്ടനെക്കാട്ടി ഒരുപാട് ബഹുദൂരം മുന്നിലാണ് ഈ അമേരിക്കയുടെ ഈ പറയുന്ന പോലെ യുദ്ധം ഈ പറഞ്ഞ ആയുധ കാര്യങ്ങളിൽ വളരെ മുന്നിലാണ്. മനസ്സിലായില്ലേ? മിലിറ്ററി ഫോഴ്സിലായാലും എല്ലാ കാര്യത്തിലും അമേരിക്ക മുന്നിലാണ്. ഓക്കെ. ഇനി ഞാനൊരു കാര്യം പറയാം. മൂന്നാമത്തെ കാര്യമാണ് സ്വന്തമായൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സ്വന്തമായൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്തോന്നാണ്? ഇവർ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരുപാട് രാജ്യങ്ങളെക്കാട്ടി ബഹുദൂരം മുന്നേ തന്നെ ഇവർ സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റി. ഓക്കെ. പക്ഷേ ഈ പറയുന്ന അമേരിക്കയുടെ മണ്ണിൻ്റെ ശക്തി അറിയാൻ ബ്രിട്ടീഷുകാർ തന്നെ വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആണ് പറയുന്നത്. ബ്രിട്ടീഷ് തന്നെ വേണ്ടി വന്നു. ബ്രിട്ടീഷുകാർ അറ്റാക്ക് ചെയ്ത സമയത്താണ് ഇവർ സ്വന്തമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കുക ഇൻറ്റൻഷൻ വരെ തോന്നിയതാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കേണ്ട ഒരു അതിശയം. ഓക്കെ. അത്രയേ ഉള്ളൂ. അവരുടെ കഴിവ് അറിയാൻ വേണ്ടി വേറെ രാജ്യത്തിൻ്റെ ആവശ്യം വരെ വേണ്ടി വന്ന സമയത്ത്. ഇതാണ് ഇവിടെ നടന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെക്കാട്ടി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അമേരിക്ക സ്വന്തമായി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞു. ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി ശാസ്ത്രീയപരമായ റിസർച്ചുകൾക്കും ബാക്കി കാര്യങ്ങൾക്കും വേണ്ടി ഈ ലോകത്തുള്ള പല എന്തോന്നാണ് അതുമാത്രമല്ല, അഡ്വാൻസ് ഈ പറഞ്ഞ ഗോൾഡുണ്ട് അമേരിക്കയിൽ, മെക്സിക്കോ ഒരുപാട് ഗോൾഡും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് അമേരിക്കയിലുമൊക്കെ. മനസ്സിലായില്ലേ? അതാണ് കാര്യം. അങ്ങനെ പിന്നെ ഭൂപ്രകൃതി അത്യാവശ്യം വലുതാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തോന്നാണ് ഒരുപാട് ഈ പറയുന്ന പോലെ റിസോഴ്സസ് ഇവയിൽ നിന്ന് ഇന്ത്യക്കാർക്ക് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്, ഒരുപാടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു മിഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് തോക്കുണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് വെടിവയ്ക്കുക വേണ്ടേ അല്ലേ? എങ്കിൽ വെറുതെ ആ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമുണ്ടോ? അതുപോലെയാണ് ഇന്ത്യയുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ അമേരിക്ക സ്വന്തമായി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി, ആയുധങ്ങളുണ്ട്, പണമുണ്ട്, എല്ലാമുണ്ട്. ആരെ വേണമെങ്കിലും ഇവർക്ക് കൊണ്ടുവന്ന് അമേരിക്കക്കാർ പണ്ട് പല രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്ന പല ബുദ്ധിജീവികളെ കൊണ്ടുവന്ന് യൂറോപ്പിലുള്ളവന്മാർ അമേരിക്കക്കാർ എന്തോന്ന് വെച്ചിട്ടുണ്ട്, ഈ പറയുന്ന പോലെ ശാസ്ത്രശാഖ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കി. ശാസ്ത്രശാഖ എന്ന് ശാസ്ത്രശാഖയല്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ള അറിവുകൾ ഇവർ തട്ടി മാറ്റി എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. മനസ്സിലായി? തട്ടി മാറ്റി. അതുമാത്രമല്ല, ഇത് എളുപ്പമാണ്. അപ്പോൾ ബാക്കിയുള്ള രാജ്യക്കാർ, യൂറോപ്യൻ കൺട്രീസും അവരും ഒരുപാട് രാജ്യക്കാർ ഈ ഇടയ്ക്ക് ശാസ്ത്രശാഖ ഫ്രഞ്ചുകാർ ഉണ്ടാക്കി. അങ്ങനെയല്ല, ഇവരെല്ലാം പല രീതിയിൽ ശാസ്ത്രശാഖ, എക്സാമ്പിൾ ഫ്രഞ്ചുകാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പണ്ട്, അതേപോലെ തുടക്കകാലത്ത്. ഓക്കെ. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അത് അവരുണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇവരിൽ നിന്ന് കിട്ടിയ നോളജ് പ്ലസ് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തമായി ഒരു
പണം കൊടുത്ത് ഇവർ ആൾക്കാരെ വാങ്ങിച്ചിട്ടുണ്ട്. പല ശാസ്ത്രജ്ഞന്മാരുടെയും ബുദ്ധി എല്ലാം കൂടെ അവിടെ നിന്ന് വരുന്ന ഇൻഫർമേഷൻസ് ഇന്ത്യക്കാരുടെ എല്ലാം കൃത്യമായി കണക്കാക്കി റെഡിയാക്കിയിട്ട് ഇവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്ത പരിപാടി എന്തോന്നാണ്, സ്വന്തമായി ഒരു ശാസ്ത്രപരമായ അടിത്തറ ഇവരുണ്ടാക്കി. നമുക്ക് നോക്കാം, ഇവിടെ ഐസക് ന്യൂട്ടനും ആൽബർട്ട് ഐൻസ്റ്റീനും ഒക്കെ ജനിച്ച സമയത്ത്, മനസ്സിലായില്ലേ, ഈ അവർ തൊട്ട് എണീച്ച സമയത്ത് തന്നെ ആ സമയത്ത് കൃത്യമായിട്ടുള്ളൊരു നിയമങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാൽ പോലും കൃത്യമായൊരു നിയമം അവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല കൃത്യമായൊരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു രാജ്യത്തിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരുപാട് വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകാനും പറ്റും. അതുമാത്രമല്ല ഒരുപാട് ശാസ്ത്രങ്ങൾ കണ്ടുപിടിക്കാനും പറ്റും. അങ്ങനെ പല പല ബെനിഫിറ്റുകളും ഇതിലുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് പറയുന്നത്. ശാസ്ത്രപരമായി വളരെ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഈ ജാതി മത വേർതിരിവ്, ഡിസ്ക്രിമിനേഷൻ ഇതെല്ലാം കുറയ്ക്കാൻ പറ്റും. എല്ലാവർക്കും ശാസ്ത്രം എന്ന് പറയുന്ന ഒറ്റ വ്യൂ പോയിന്റിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സഹായിക്കും. എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്തോന്നാണ്? കോൺക്രീറ്റ് റോ മെറ്റീരിയൽസാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത് നാച്ചുറൽ റിസോഴ്സസ് എല്ലാം വരും. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ ഒരു തെളിവുകൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യ ഈ പറയുന്ന അമേരിക്ക ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും വളരെ താമസിച്ചാണ് ഈ പറയുന്ന പോലെ ഇന്ത്യ സ്വന്തമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഉണ്ടാക്കിയത് തന്നെ. കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അമേരിക്കയുള്ള സ്വർണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല, പല രാജ്യങ്ങളെ പോലത്തെ. ഓക്കെ, അത്ര ഇതൊന്നുമല്ല. റഷ്യ പോലത്തെ ഓയിലിൻ്റെ ഇതൊന്നുമില്ല. അല്ല, ഈ വാതകങ്ങളോ ഗ്യാസുകളും അതുപോലത്തെ പരിപാടികളൊന്നും ഇന്ത്യയിലില്ല. റോ മെറ്റീരിയൽസ് കുറവാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജ് ഉള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ബ്രിട്ടനിൽ പോലെ എളുപ്പത്തിൽ കുഴിച്ചെടുക്കാൻ പറ്റിയ മൈനിങ് സിസ്റ്റം ഇന്ത്യക്ക് ഇന്നില്ല. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഒരു രാജ്യം പെട്ടെന്ന് വളരും. ഓക്കെ, ഇപ്പം ബ്രിട്ടൻകാർ സ്വന്തമായി എന്തായാലും ചെയ്ത് കഴിഞ്ഞ് സ്വന്തമായി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതേ കോണ്ടിനെൻറ്റിലുള്ള എല്ലാവർക്കും അത് കൈമാറി കിട്ടും. അതാണ് ബ്രിട്ടീഷെ പിടിച്ചെടുക്കി കഴിഞ്ഞാൽ ആ ബുദ്ധി പല അയൽ രാജ്യങ്ങളുമായി ഇവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെയും ചൈനയുടെയും കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ചൈനയിൽ പിന്നെയും കുഴപ്പമില്ല, റോ മെറ്റീരിയൽസ് കൂടുതലുണ്ട് ഇന്ത്യ കാട്ടി. എന്നാൽ പോലും ഇന്ത്യയുടെ കേസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തോന്നാണ് ആത്മീയത, റോ മെറ്റീരിയൽസിൻ്റെ കുറവ് എല്ലാം. ഇനി നമുക്ക് ഇപ്പോഴത്തെ ഒരു കാര്യം നമുക്ക് നോക്കി നോക്കാം. 2026 മൈനിങ് സിസ്റ്റം ഉപയോഗിച്ച് കുഴിച്ചെടുത്താൽ പോലും ഈ ജപ്പാനെ കടത്തി വെട്ടാനുള്ള ഇനി ആര് വേണോ വന്നോട്ട്, നരേന്ദ്രമോദിയോ, ഈ രാജ്യം എപ്പോഴും ബാക്കി ഇല്ല. എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇന്ത്യയിൽ എന്താണ് ആരും നിൽക്കാത്തത്, എല്ലാവരും വിദേശത്ത് കയറി പോകുന്നത് എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നത്. അതിന് ഒരു ഉദാഹരണമേ ഉള്ളൂ. റിസോഴ്സുള്ള രാജ്യത്തിലോട്ട് ഒരുപാട് പല ഫോറിൻ കൺട്രീസ് വന്ന് അവിടെ ബിസിനസ് തുടങ്ങി വലിയ ഇത് ഉണ്ടാക്കും, ഫോറിൻ കണക്ഷൻ ഉണ്ടാകും റിസോഴ്സുള്ള രാജ്യത്തിൽ. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് റിസോഴ്സ് എല്ലാ രാജ്യങ്ങളും ഡിപ്പെൻഡ് ചെയ്ത്? ഇതൊരു മാർക്കറ്റിംഗ് കൺട്രിയാണ്. ഈ ലോകത്ത് ഇനി എന്തൊക്കെ ചെയ്താലും ദൈവം തമ്പുരാമെന്ന് വിചാരിച്ചാൽ പോലും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒരു മാർക്കറ്റിംഗ് കൺട്രിക്ക് മാത്രമേ ഇവിടെ നിൽക്കത്തുള്ളൂ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് ഒരു രീതിയിലും ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. സാമ്പത്തികപരമായിട്ടുള്ള മേഖല എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ ഇറക്കുമതി തന്നെ ചെയ്തുകൊണ്ട് നിങ്ങൾ നോക്കി നോക്ക്. ഈ പറയുന്ന മോഡേൺ ടെക്നോളജി പോകുന്ന യുഗത്തിൽ ഉപയോഗപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. കൂടുതൽ ഇറക്കുമതിയാണ് ചെയ്യുന്നത് ഇന്ത്യ. അങ്ങനെ വരുമ്പോൾ എന്തോന്നാണ്, ഇറക്കുമതി മാത്രം കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം കയറ്റുമതി ചെയ്യുന്നത് ആകെ അവിടെ കൃഷി ഐറ്റങ്ങൾ മാത്രമാണ് കൂടുതൽ. ഓക്കെ, നമുക്കറിയാം. ഈ ഇടയ്ക്ക് തന്നെ ട്രംപ് എണ്ണയ്ക്കുള്ള വില കൂട്ടിയപ്പോൾ, റഷ്യക്കാരും എണ്ണ വിലയ്ക്ക് കൂട്ടിയപ്പോൾ, അതേപോലെ പേർഷ്യയിൽ സ്പെയിനിലൊക്കെ കൊണ്ടുപോയി ഇവിടുത്തെ കൃഷി ഐറ്റങ്ങൾ കൊണ്ടുവച്ച് കുറച്ച് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ലോകത്ത് ഇനി ജപ്പാനെ പോലെയോ ചൈനയെ പോലെയോ അമേരിക്കയെ പോലെയോ ഒരു കാരണം വെച്ചാലും ഇന്ത്യക്കാകാൻ പറ്റത്തില്ല. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു.
മതപരമായിട്ടുള്ള പ്രശ്നം, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള സമയത്തുള്ള പാളിച്ച. അതെന്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയില്ല? കൃത്യമായ റോ മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നുമില്ല യുദ്ധം ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അതുപോലത്തെ ഒരുപാട് സ്വർണ്ണങ്ങളോ അല്ലെങ്കിൽ തന്നെ പലതും കുറവാണ്. ഓക്കെ, ഇനി അത് ഉണ്ടായിരുന്നിട്ട് പോലും ഇവർക്ക് കണ്ടുപിടിക്കാനും പാടായിരുന്നു. കുറച്ച് റോ മെറ്റീരിയൽസ് ഇവർക്ക് ഉണ്ടായിരുന്നു, ഇന്ത്യക്കാർക്ക് ഉണ്ടായിട്ട് പോലും ഇവർക്ക് കണ്ടുപിടിക്കാൻ പാടായിരുന്നു. എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് മതപരമായുള്ള വേർതിരിവ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ, വേറെ ഒന്നുമല്ല. ഇങ്ങനെ ഒരു ട്രാപ്പായി പെട്ടുപോയ ഒരു രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ട്രാപ്പെന്ന് പറയാൻ പറ്റില്ല, ഒരു പകുതി പകുതി. എല്ലാ രാജ്യങ്ങളും ട്രാപ്പാണല്ലോ അല്ലേ? ഈ ലോകത്ത് ട്രാപ്പാവാത്ത രാജ്യങ്ങളായതെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങൾ ഈ പറയുന്ന വലിയ ഈ പറയുന്ന പോലെ USA എന്ന് പറഞ്ഞ രാജ്യം പോലും എന്തോന്നാണ് ട്രാപ്പായിട്ടുണ്ട്. അമേരിക്ക ട്രാപ്പായിട്ടുണ്ട്, ചൈനക്കാർ ട്രാപ്പായിട്ടുണ്ട്, ജപ്പാൻ ട്രാപ്പായിട്ടുണ്ട്, ചൈനക്കാരും ട്രാപ്പായിട്ടുണ്ട്, എല്ലാവരും ട്രാപ്പായിട്ടുണ്ട്. റിസോഴ്സസ് കുറവായതുകൊണ്ട് ഈ പറയുന്ന പോലെ ഒരു കാര്യം പറയട്ടെ, ഈ പറയുന്ന 2026 മോഡേൺ ടെക്നോളജി യൂസ് ചെയ്ത് ഈ ഇന്ത്യയിലെ ചുരുട്ടി മടക്കി എടുത്ത് കുഴിച്ച് ഇനി എന്തൊക്കെ രീതിയിൽ ഈ ഇന്ത്യൻ ഭൂഖണ്ഡത്തിനെ ഇടിച്ച് പൊളിച്ചെടുത്താൽ പോലും ചൈനയും അമേരിക്കയും കയറ്റുമതി ചെയ്യുന്ന പോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാറിൻ്റെ സ്പെയർ പാർട്സോ മൊബൈൽ ഫോണോ ഐഫോണോ അല്ലെങ്കിൽ തന്നെ ഇത് കൂടുതലും കയറ്റുമതിക്ക് അയക്കാനുള്ള റോ മെറ്റീരിയൽസ് ഇന്ത്യക്ക് ഇല്ല. അങ്ങനെ ഇല്ലാത്തൊരു രാജ്യത്തിന് പുതുതലമുറയിൽ ഇതിനൊക്കെയാണ് ഡിമാൻഡ് കൂടുതൽ. ഈ പറയുന്ന മോഡേൺ ടെക്നോളജി സാധനങ്ങൾക്ക് ഇതൊന്നും കയറ്റിയുള്ള റോ മെറ്റീരിയൽസ് ഇല്ലാത്തൊരു രാജ്യം എങ്ങനെയാണ് ഗുണം പിടിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, അതുകൊണ്ട് എന്തോ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു കാര്യം സർക്കാരിന് ഇന്ത്യയുടെ അവസ്ഥ അതാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓക്കെ, ഇന്ത്യയുടെ അവസ്ഥ അങ്ങനെയാണ്. ഒരുപാട് പ്രശ്നങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഞാൻ വെറുതെ ഒന്നുമല്ല, ഇനി അങ്ങനെ അല്ലെന്ന് ഇവിടെ ആരെങ്കിലും പ്രൂവ് ചെയ്ത് കാണിച്ച് ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിലും ആരാങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടുക. ഓക്കെ, ഇനി ഡൊണാൾഡ് ട്രംപ് വന്ന് ഇവിടെ ഭരിച്ചാൽ പോലും ഇതായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ. ഡൊണാൾഡ് ട്രംപ് എന്ന് പോട്ടെ, ഇനി ദൈവം ഇറങ്ങി വന്ന് ഭരിച്ചാൽ പോലും ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിദേശത്തോട്ട് പോകേണ്ടി വരും. അതാണ് അവസ്ഥ. ഓക്കെ, ഇവിടെ നിന്ന് ബിസിനസ് തുടങ്ങും, അത്രയേ ഉള്ളൂ. അപ്പോൾ റിസോഴ്സ് ഉള്ള രാജ്യം ഇനി ഈ പറയുന്ന അറബികളെ പോലെ ഇവിടെ ആവാൻ പറ്റും, ഇന്ത്യക്കാർക്ക് ആവാൻ പറ്റൂ? റഷ്യയെ പോലെ ആവാൻ പറ്റൂ? പറ്റത്തില്ല. ഒരു രാജ്യത്തിന് ഓരോ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഉണ്ട്, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമല്ല. ഇന്ത്യക്കാർ ആത്മീയയിലോട്ട് ഒഴുകി ചേർന്നതോടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം നശിച്ചു പോയി. അപ്പോൾ ഇതാണോ ഇന്ത്യയുടെ? അപ്പോൾ ഇന്ത്യക്കാർ ഗ്രോ ആവാത്തതിന് പകുതി കാര്യം കുറച്ച് അവരുടെ മൊത്തം നമ്മൾ ഇന്ത്യൻ നാടിനെ കുറ്റം പറഞ്ഞാൽ കുറച്ച് തെറ്റുകൾ ഇവരുടെ ഭാഗത്തും ഉണ്ട് എന്നും പറഞ്ഞ് എല്ലാ രാജ്യങ്ങളും തെറ്റുകളാണ് ഇന്ത്യക്കുള്ളത് എന്നും പറഞ്ഞ് ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനെ അടിച്ചമർത്തി ആക്ഷേപിക്കാൻ കുറേ പേര് നോക്കുന്നുണ്ട്. അത് നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒന്നുമല്ലെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉൾപ്പെടെ ഞാൻ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഓക്കെ, എന്ത് തന്ത്രപരമായിട്ട് മുന്നേറുക എന്ന് വെച്ചാൽ എങ്ങനെ മുന്നേറാനാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. പുതിയ ചെറുകിട ബിസിനസ്സുകളൊക്കെ ഇവിടെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാനാണ്? ഒരു മാർക്കറ്റിംഗ് കൺട്രീറ്റ് മാത്രമേ നിൽക്കത്തുള്ളൂ എന്നാൽ പോലും. മനസ്സിലായില്ലേ? മാർക്കറ്റിംഗ് കൺട്രീസിൽ. ഓക്കെ, അത്രയേ ഉള്ളൂ, വേറൊന്നുമല്ല. ഈ ബാക്കിയുള്ള രാജ്യത്തിന് മാർക്കറ്റിംഗ് ഒരു കൺട്രി ആയിട്ട് മാത്രമേ ഇന്ത്യ പോകത്തുള്ളൂ, കാരണം പോപ്പുലേഷൻ ചെയ്തു. ഓക്കെ, ചൈനയെ പിന്നെ സ്വാധീനിക്കാൻ പറ്റില്ല. ചൈനയ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇന്ത്യ അങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ത്യയുടെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പവർ എല്ലാ രാജ്യത്തിനും ഇന്ത്യയെ ആവശ്യമുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ത്യ പിണക്കി നിർത്തിക്കൊണ്ട് രാജ്യത്തിന് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. കാരണം ഇവർ വലിയ മാർക്കറ്റിംഗ് നടക്കുകയാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ. അത്രയേ ഉള്ളൂ. ഒരു മാർക്കറ്റിംഗ് കൺട്രിയാണ്. ലോകം മുഴുവൻ യൂസ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് കൺട്രിയാണ്. എലോൺ മസ്കിന് തന്നെ AI മാർക്കറ്റിങ്ങിന് ഇന്ത്യ വേണം, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വേണം. അതാണ് പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ. അത്രയേ ഉള്ളൂ.